ഞങ്ങളുടെ ലാസ്റ്റ് എക്സാം ആണ്. നൂറ തീരെ എക്സൈറ്റഡ് അല്ല, പക്ഷേ ഞങ്ങൾ എക്സൈറ്റഡ് പ്രോ മാക്സ് ആണ്. എത്ര ദിവസമായി കൗണ്ട് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഈ ടിക്കറ്റ് ഒരു 1.5 മാസം മുന്നേ എടുത്ത ടിക്കറ്റാണ് ഗൈസ്. ഞങ്ങൾ ദിവസം എണ്ണിയിരിക്കുകയായിരുന്നു. സൂപ്പർ സ്ട്രെസ്ഡ് ആണ്, അതുകൊണ്ട് പോവാൻ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഷോപ്പിങ്ങിലാണ്. ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി പാക്ക് ചെയ്ത് നമ്മൾ പോകും. ജസ്റ്റ് നമ്മൾ പ്ലേലിസ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല. ഇതുവരെ എക്സാം ഉണ്ടാവുന്ന കഴിഞ്ഞില്ല. ഞങ്ങളുടെ ലാബ് ഇതാണ്. ഇവിടെ എക്സാമിന് സാറ് വരാൻ വെയിറ്റ് ചെയ്യണം. എക്സാം എത്തി കഴിഞ്ഞാൽ പോവാം. എക്സാമിനൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നല്ലേ, കാരണം മൈൻഡ് മൊത്തം ട്രെയിനിലായിരുന്നു. അതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല. എന്നാലും കുഴപ്പമില്ല, പാസ്സായാൽ മതി, നാട്ടിൽ പോയാൽ മതി. സത്യം ഇത്ര ഈ 4 കൊല്ലമായിട്ട് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് നാട്ടിൽ പൊതുവരെ ഇരുന്നിട്ടില്ല. ഇത്രയും എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവർക്കും എക്സൈറ്റഡ് ആവാൻ ഓരോ റീസൺ ഉണ്ട്. ഓൾക്ക് കാരണം ഡിക്ക് കാരണം ഓൾക്ക് കാരണം തുണിയിട്ട് തലയില്ല, തുണിയിട്ട് തലയില്ല ഞാൻ പറയും. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങള്. പിന്നെ 20 ഡേയ്സ് പറഞ്ഞിട്ട ഫൈനൽ എക്സാം ഒന്നല്ല, ജസ്റ്റ് ഇന്റേണൽ ആണ്. ഇത് ഞങ്ങൾ സ്റ്റഡി ലീവിനാണ് പോണത്. എന്നാലും എക്സൈറ്റഡ് ആണ്. 20 ഡേയ്സ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എക്സൈറ്റഡ്. നമുക്ക് എക്സാം കഴിഞ്ഞിട്ടാണ് പാസ്സാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? 100 എക്സൈറ്റഡ് അല്ല, കാരണം 100 2 ദിവസം മുന്നേ പോയി വന്നിട്ടേ ഉള്ളൂ. അവള് ഒരു മാസത്തിൽ 2 വട്ടം പോകും. ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് കാണും. ഫൈറ്റിലൊക്കെ വലിയ ഞങ്ങള് പോയിട്ട് കുറേ 1 മാസത്തിന് മേലെയും. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സൈറ്റഡ്. എക്സാം കഴിഞ്ഞു. ഞങ്ങൾ ഷോപ്പിംഗ് പോവാണ്. ഞങ്ങൾ സപ്പുവിനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. എങ്ങനെയായിരുന്നു എക്സാം? വൈവ വെച്ച് ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. വൈവ നല്ല വട്ടത്തിൽ ആയിട്ടുണ്ട്. സപ്പുവിൻ്റെ വൈവ കാണിച്ചിട്ട് പൊന്തിച്ചു. സപ്പുവിനോട് ഫയർ ചെയ്ത് കൊടുക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിന് വന്നതാണ്. ഐ ഗോട്ട് 2 ഡ്രസ്. സപ്പു ഒരു ഡ്രസ്സ് വാങ്ങി. ഞങ്ങളുടെ ക്ലിനിക്ക് വരുന്നത് ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സുഖമാണ്. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ കൂടി റൗണ്ട് അടിക്കും. കുറച്ച് കാലത്തേക്കുള്ള പെട്ടിയും കൊണ്ടൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് ഗൈസ്. നൗറി വന്ന് നമ്മളെ വീട്ടിക്ക് ബ്രൈറ്റ് ടു ബി. നൗറിൻ്റെ സന വല്ലാണ്ട് ഹാപ്പി അല്ല. ബിക്കോസ് ബ്ലോക്ക് കുറച്ചധികം ഉണ്ട്. എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് ട്രെയിൻ പോവാന്നുള്ള സന ഇപ്പം കരയൂ. ഞങ്ങൾക്ക് ഒരു വട്ടം ട്രെയിൻ മിസ്സായത് കൊണ്ട് സന ഈസ് സ്കേർഡ്. അങ്ങനെ നാട്ടിലെത്തി ഗായ്സ്. ബാക്കി വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ബ്ലോക്ക് പെട്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് മിസ്സിനാണ്. ചാച്ചൊന്നും ഉണ്ടായിരിക്കുമോ? ജസ്റ്റ് മിസ്സിനാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത്. ഭയങ്കര റേസ് ഒക്കെ നടത്തിയിട്ട്. അപ്പോൾ വ്ളോഗ് എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ സേഫ്ലി ലാൻഡഡ്. എല്ലാവരും ഓരോ വഴിക്ക് പോയി. ചെക്കൻ്റെ വർത്താനം കാണുന്നതിലൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പെരുന്നമണയ്ക്ക് പോവാണ്. കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ട്രെയിനത്തൊന്നും ഒരു ക്ലിപ്പ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് സമയത്താണ് സ്റ്റേഷനിൽ എത്തിയത്. പിന്നെ വ്ളോഗ് എടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു. നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത്. പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾ പ്രാവശ്യം തിരക്കാണ്ട് AC യിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ട്രെയിനിൽ ഭയങ്കര സൈലൻസ് ആയിരുന്നു. എല്ലാവരും ഉറങ്ങാനൊക്കെ ഉള്ള സെറ്റപ്പ് ആയതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ എത്തി. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോവാണ് ഗൈസ്. നമുക്ക് പെരുന്നമണ എത്തിയിട്ട് കാണാം. ഞാൻ മുടി കളർ ചെയ്തു, ഹേസൽ ബ്രൗൺ. അങ്ങനെ ഞങ്ങള് ആദ്യം നന്ദിലത്ത് പോയി. ഞങ്ങളുടെ ഫ്രിഡ്ജ് കേട് വന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കാൻ നന്ദിലത്ത് ഒന്ന് പോയി. കുട്ടി വ്ളോഗൊന്നും എടുക്കാൻ സമ്മതിക്കണില്ല. ചാച്ചു
വികൃതി ആയതുകൊണ്ട് ഒന്നും സമ്മതിക്കണില്ല. നല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തു. ഇപ്പൊ ഞങ്ങള് സ്മൂച്ചോല് വന്നു. ആച്ചുമണിക്ക് ചോക്കോ സ്ട്രോബെറി കഴിക്കാൻ, പക്ഷെ അതുണ്ടായിരുന്നില്ല. ചാച്ചു പിന്നിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധനം മുന്നിലേക്ക് വരുത്താം. പുതിയ സാധനമാണ്, കഴിച്ചോക്കിട്ടില്ല. അപ്പൊ ചാച്ചു കിച്ച കഴിച്ചിട്ട് വണ്ടി കണ്ടോ? How is it? ചാച്ചി അമ്മയാണോ? സൂപ്പറാണോ? സൂപ്പറാ? ആ ഇനി കിച്ച കഴിക്കാൻ നാച്ചുമണി കഴിച്ചിട്ട് ഫ്രണ്ട് ചെയ്യാം. ചോക്കോ സ്ട്രോബെറിക്ക് വന്നതാണ്. സ്ട്രോബെറിയുടെ സീസൺ അല്ല തോന്നുന്നു. കിട്ടില്ല. തിന്ന അങ്ങനെ ഫ്രണ്ടിക്ക് വാങ്ങിക്ക് തരാ. ഇങ്ങനെ ഉണ്ട് ഉള്ളത് പറഞ്ഞാ മതി. എന്നിട്ട് ഇന്റെ വയറ് സ്പൂണിച്ചിട്ട് അതെന്താ ഇതിന് ഐസ്ക്രീമോ? ഈ കുട്ടിക്ക് അതിന് കൊടുക്കണ്ട. ചാച്ചുവിന് കൊടുക്കണ്ട. ചാച്ചുവിന് ജലദോഷാണ്. ജലദോഷല്ലേ? കൊഴപ്പല്ലാന്നുള്ളൂ. ഐസ്ക്രീം വന്നു. ഐസ്ക്രീം ഒരു നല്ല ഓപ്ഷൻ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്താ അതിന് പറയാ സാധനം, ആ വെർമിസെല്ലിയുടെ സാധനം കുണാഫ, അതും ചോക്ലേറ്റും പിസ്താഷ്യോ ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഐസ്ക്രീം റൂം ചെയ്തു. അത് മിക്സ് ചെയ്യും പ്രോപ്പർലി. സ്പഞ്ച് ഉണ്ട്. അടിയിലൊരു ബ്രൗണിയാണെങ്കിൽ പൊളിച്ചു. ബ്രൗണിയാണ് ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചു. എനിക്ക് താഴോട്ടിയെ ഐസ്ക്രീം കൊടുക്കണ്ട. അച്ചുമണി തണുപ്പാണ്ട് വരണ ശരിയാണല്ലോ. നല്ലപോലെ ചവച്ച് വരുമ്പോ പായസം നോക്കണ്ട. ശരി അപ്പൊ തിന്നട്ടെ. ചാച്ചുവിന് തിന്നട്ടെ. ഇനി ഞങ്ങക്ക് നമ്മളെങ്ങടാ പോണേ? കല്യാണിക്കോ? ഇനി അമ്മമ്മയും മാമയൊക്കെ കൂടി ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട് വേറെ വണ്ടിയില്. അവര് വരുമ്പോഴേക്കും ഞങ്ങള് അങ്ങടെ എത്തും. ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ അതിന് വേണ്ടിട്ട് അങ്ങനെ ഇളക്കിളക്കി തന്നോ? അപ്പൊ അതും കൂടി കഴിച്ചിട്ട് പറയാം. അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടിട്ട് പോവാണ് ഗൈസ്. നമുക്കല്ല തണുപ്പൊക്കെ പറ്റുന്നില്ല. ഇപ്പൊ ഈ വായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ തണുപ്പ് അതിന്റെ ഇടയിൽ കൂടെ വേണ്ട. തണുപ്പില്ലാത്ത ഐസ്ക്രീം ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു വായ കുടിച്ചോ. തണുപ്പാണ് പറ്റത്. ഞങ്ങള് ഡ്രസ്സ് നോക്കാൻ ആയിട്ട് വന്നു കല്യാണില്. പക്ഷെ നോക്കലൊന്നും നടക്കുന്നില്ല. ഞങ്ങൾ ഒരു സത്യം മനസ്സിലാക്കി. ചാച്ചു ഒരു നല്ല വളർന്നു വരുന്ന ഗിരിരാജൻ കോഴിയാണ്. ചാച്ചു ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. ചാച്ചുവിന് വേണ്ടി ചോദിക്കാൻ ചാച്ചു ബെസ്റ്റീസിനൊക്കെ സെറ്റാക്കി. ചാച്ചുവിനെ എടുത്ത് കൊണ്ടുപോയപ്പോൾ ചോദിക്കാൻ ആൾക്കാരൊക്കെ വന്നു. ഞങ്ങൾ വിട്ടുകൊടുത്തു. ഇനിയിപ്പോൾ അവരെ പാടെ നമുക്ക് ഡ്രസ്സൊക്കെ നോക്കാം അല്ലേ? ചാച്ചു നിലത്തൊക്കെ കടന്ന് ഉരുളാണ് ഇരിക്കുമ്പോൾ. അതാണ് ചാച്ചുവിൻ്റെ ബെസ്റ്റ്. സീനാക്കുണ്ട് ഗൈസ്. ഞങ്ങള് ചാച്ചുവിനെ കൈമാറി, അമ്മയുടെ അടുത്ത് കൈമാറി. ഞങ്ങൾ നെസ്റ്റോയിൽ വന്നു ചിക്കൻ വാങ്ങാൻ. ഈ കുട്ടിക്ക് ചെറുതായിട്ടൊരു ഫുഡ് പോയ്സൺ അടിച്ചുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ ടാസ്ക്കാണ്. നമ്മളിപ്പോൾ കോവിഡ് ചെയ്യാറുണ്ട്. അതെ, കുറച്ച് നന്നായിട്ട് അനുഭവിച്ചു. ഒരു 4 ദിവസം കഞ്ഞി ലവറായി മാറി കുട്ടി. അപ്പം അതുകൊണ്ട് റിസ്ക് വെക്കാണ്ട് നമ്മൾ എന്നാലും ചിക്കൻ കഴിക്കാതിരിക്കണില്ല. നമ്മൾ ചിക്കൻ വാങ്ങി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ബെറ്റർ. അതുകൊണ്ട് റിസ്ക് എടുക്കണില്ല. അതുകൊണ്ട് നമ്മളെന്നെ വാങ്ങി ഉണ്ടാക്കാണ്. എന്നിട്ട് കഴിക്കും.
ഗായ്സ് അപ്പം ഞങ്ങൾ എത്തി ചിക്കൻ ഫ്രൈ ചെയ്യാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ദോശ, അമ്മമ്മയുടെ ഉള്ളി ദോശ. ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇങ്ങനെ വാട്ടിയിട്ട് ഇതിലേക്ക് ദോശമാവ് ഒഴിക്കും. ഒരു വേറെ ടൈപ്പ് ദോശമാവ്. ആ ദോശമാവല്ല, ഉഴുന്നില്ലാത്ത ദോശമാവ്. അതിനെന്തോ തേങ്ങാപ്പാലുണ്ടോ? അങ്ങനത്തെ ഒരു ദോശമാവ് ഒഴിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ദോശ. അതിൻ്റെ 6 വർഷം അവിടെ കഴിക്കൽ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ. ഈ ദോശ ഇങ്ങനെ ഉണ്ടാവും കാട്. ഇത് മറച്ചിട്ടില്ലേ? ഗൈസ്, ഇന്നലെ വന്നതിൽ പ്രത്യേകിച്ച് കുറേ കാര്യം നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നു. ഇത് ഇന്നലെ ഞാൻ എന്താ ലാസ്റ്റ് എന്താ അറിയോ ദോശ ഉണ്ടാക്കണതൊക്കെ കാണിച്ചത്. പ്രത്യേകിച്ച് ഒന്നും കാണിക്കില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഓരോ ക്ലിപ്പ് ഇടാം എന്ന് വിചാരിച്ചു. എൻഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ മുടി വെട്ടാൻ വന്നതാണ് ഗൈസ്. ഇനി ഇന്നലെ നമ്മൾ കല്യാണത്തിന് ഡ്രസ്സ് ഒന്നേ കിട്ടിയുള്ളൂ. അപ്പോൾ വീണ്ടും ഡ്രസ്സ് തിരക്കി പോകണം. ഇന്ന് നമ്മൾ 2 പിരിഞ്ഞു, 2 കാറിൽ. അവരവിടെ വയ്ക്കണേ, അവർ വേറെ സ്ഥലത്ത് മുടി വെട്ടാൻ പോയി. അവർക്ക് അവിടെ അതെ അച്ചുമണിൻ്റെ മുടി വെട്ടാൻ വേറെ ആളാണ്, ഇത് വേറെ ആളാണ്. നമ്മുടെ ഒരു അയൽവാസിയാണ് ആച്ചുമണിക്ക് മുടി വെട്ടണത്. ഇവിടെ ചേച്ചിക്ക് മുടി സെറ്റ് ചെയ്യാനും അമ്മയ്ക്ക് മുടി വെട്ടാനും പിന്നെ ഞാനൊന്ന് ത്രെഡ് ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനെ വന്ന ചാച്ചു പറഞ്ഞു. പിന്നെ നമ്മൾ അമ്മയ്ക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഇന്നലെ, അതിന് പോവും. പിന്നെ നമുക്ക് ദുബായ് ഗോൾഡ് പോകണം. അതൊക്കെ ചിലപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓരോരുത്തരും ഓരോ ജോലിക്കായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അത് അമ്മമ്മ ചെയ്യും. 2 കാറും പോണ വഴിക്ക് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഇറക്കി വിട്ടിട്ടാണ് പോണത്, ഓരോ ഡ്യൂട്ടി ചെയ്യാൻ. നമുക്ക് ടൈമില്ലാത്തത് കൊണ്ട്. യെസ്, പക്ഷെ ഇവിടെ അത്യാവശ്യം ടൈം ഞങ്ങൾക്ക് പോസ്റ്റ് കിട്ടും, ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര വേദന ആയിട്ട് ചെയ്യണ്ടെന്നുണ്ട്. അപ്പം എന്തായാലും മറ്റേൻ്റെ കൂട്ടത്തിൽ ഇത് ആഡ് ചെയ്യാല്ലേ ക്ലിപ്പ്. അറിയില്ല, ചിലപ്പോൾ ആഡ് ചെയ്യില്ല, ചിലപ്പോൾ ഇടുന്നില്ല. പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഇത് അതാ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല വ്ളോഗിൻ്റെ കാര്യത്തിൽ. സൗണ്ടൊക്കെ പോയി. ഈ കുട്ടി അത്യാവശ്യം ബഹളമായതുകൊണ്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് പോകണുണ്ട് സൗണ്ട്. ഞങ്ങൾ മന്ത്രയിലാണ്, മന്ത്ര. ശരി, നല്ല പോസ്റ്റാണ്. കൈ വേനിക്കുന്നുണ്ട് ക്യാമറ ഇങ്ങനെ പിടിക്കുമ്പോൾ. ഇങ്ങനെ ഡ്രസ്സ് കിട്ടി, ഞാൻ ത്രെഡ് ചെയ്തു. ഒന്ന് കരഞ്ഞ് ഒരാളുടെ മുടിയൊക്കെ വെച്ചിട്ട് മെയിനായിരിക്കാം. ത്രെഡ് ചെയ്തത് കൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായി കരഞ്ഞത് കൊണ്ട് എൻ്റെ കണ്ണൊക്കെ ഇളകിയിട്ടുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ KMTന്ന് ഡ്രസ്സ് കിട്ടി ഗൈസ്. ഫൈനലി ഒരു ചുരിദാർ കിട്ടി. ചാച്ചു പ്ലീസ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോ ഇവിടെ പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് പോയിരുന്നു, ഞാൻ പോയിട്ടില്ല ഇതുവരെ. അപ്പൊ ഇത് കുറച്ച് സ്ട്രെസ്ഡ് ആണ്. വയറൊന്നും ആയിട്ടില്ലേ എന്നൊരു സംശയത്തിൽ. പക്ഷെ കുഴപ്പമില്ല, സെറ്റാവും. എന്തായാലും നാളെ പുറത്ത് നയിക്കണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ ആ ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകാൻ പോണത്. റെസ്റ്റോറന്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ അവിടെ ഇപ്പം ഞാൻ പോവാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോവും. അപ്പൊ ശരി, ഗോവയിൽ നമുക്ക് പറ്റിയ വ്ളോഗൊക്കെ എടുക്കാം അല്ലേ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഫോണിൽ ഇഷ്ടപോലെ സ്പേസ് ആയതുകൊണ്ട് നടക്കാൻ ചാൻസ് ഇല്ല. ഈ കുട്ടിയെല്ലാം ഡാഷ്ബോർഡ് നിർത്തി പുറത്ത് ഇടുന്നുണ്ട്. വാങ്ങിച്ചേക്കട്ടെ ഗൈസ്. ശരി, അപ്പൊ നമുക്ക് ഗോവ വ്ളോഗ് ഉണ്ടെങ്കിൽ കാണാം.